തോക്കിന്റെ ബാരൽ വിരൽ കൊണ്ട് അടച്ച ശേഷം വെടിവെച്ചാൽ ബാരൽ പൊട്ടിത്തെറിക്കുമെന്നും എന്നാൽ വിരലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുമെന്നും ആളുകൾ പറയാറുണ്ട്. ഈ വാദത്തിന്റെ സത്യാവസ്ഥ പരീക്ഷിക്കുന്നതിനായി അവർ ജെല്ലും മാതൃകാ അസ്ഥികളും ഉപയോഗിച്ച് ഒരു വ്യാജ കൈ നിർമ്മിച്ചു. ബാരലിന് തകരാറ് സംഭവിച്ചാൽ വെടിയുതിർക്കുന്നയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി വെടിവെക്കുന്നയാളുടെ സ്ഥാനത്ത് ഒരു ഡമ്മിയെയും നിർത്തി. സുരക്ഷ മുൻനിർത്തി പരീക്ഷണങ്ങൾ ഒരു സ്ഫോടനം തടുക്കുന്ന മുറിക്കുള്ളിലായിരുന്നു നടത്തിയത്. ഒന്നാം പരീക്ഷണം ഷോട്ട് ഗൺ. ആദ്യ പരീക്ഷണത്തിനായി ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ചു. വ്യാജ വിരൽ ബാരലിലേക്ക് തിരുകി കയറ്റി വെടിയുതിർക്കുന്നയാൾ എന്ന നിലയിൽ ഡമ്മിയെ തോക്കിന് പിന്നിൽ നിർത്തി. എല്ലാം തയ്യാറായപ്പോൾ ഗ്രാൻ വിദൂരമായി ട്രിഗർ വലിച്ചു. ബാരൽ പൊട്ടിത്തെറിച്ചില്ല, പക്ഷേ വ്യാജ കൈ ആവിയായിപ്പോയിരുന്നു. രണ്ടാമത്തെ പരീക്ഷണത്തിൽ വ്യാജ കൈ ബാരലിന്റെ കൂടുതൽ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. ഇത്തവണയും വ്യാജ കൈ കഷ്ണങ്ങളായി ചിതറിപ്പോയതെന്നത് ഒട്ടും ആശ്ചര്യകരമായിരുന്നില്ല. എങ്കിലും ബാരലിന്റെ വായിൽ നേരിയ രൂപഭേദം കണ്ടു. ഇത് സമ്മർദ്ദം ബാരലിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നു എന്നതിന്റെ സൂചന നൽകി. ബാരൽ പൊട്ടാൻ എന്ത് ചെയ്യണം? അപ്പോൾ എന്തായിരിക്കും ബാരൽ പൊട്ടാൻ കാരണമാകുക? മറ്റൊരു വ്യാജ കൈ നശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ അവർ ഒരു വിരലിന്റെ നീളത്തിൽ ചെളി ബാരലിനുള്ളിൽ നിറച്ചു. ആ സമയം ബാരലിന്റെ വായിൽ വിള്ളൽ വീഴുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ കാർട്ടൂണുകളിൽ കാണുന്നത് പോലെ ബാരൽ പിളർന്ന് വാഴപ്പഴത്തിന്റെ തോലുപോലെ പുറകോട്ട് അടർന്നു മാറുന്ന തരത്തിലുള്ള ഫലമുണ്ടായില്ല. അവർക്ക് പരീക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. ഡമാസ്കസ് ശൈലിയിലുള്ള ഒരു ബാരൽ. അടുത്ത പരീക്ഷണത്തിനായി അവർ ഡമാസ്കസ് ശൈലിയിലുള്ള ഒരു ബാരൽ തിരഞ്ഞെടുത്തു. ഇരുമ്പിന്റെയും സ്റ്റീലിന്റെയും സ്ട്രിപ്പുകൾ ചുറ്റി വെൽഡ് ചെയ്താണ് ഈ ബാരലുകൾ നിർമ്മിക്കുന്നത്. ഈ വെൽഡിങ്ങുകൾ ഘടനയെ ദുർബലമാക്കുകയും സമ്മർദ്ദത്തിൽ അവ ആ വെൽഡുകളിലൂടെ പിളരാൻ സാധ്യത നൽകുകയും ചെയ്യും. ഇത്തവണ അവർ വ്യാജകൈ വീണ്ടും ബാരലിലേക്ക് തള്ളിക്കയറ്റി സമ്മർദ്ദം ചോർന്നു പോകാതിരിക്കാൻ വിരലിൽ ഒരു റബ്ബർ പാളി ഉപയോഗിച്ച് മുദ്ര വെച്ചു. ഇത്തവണ ബാരൽ യഥാർത്ഥത്തിൽ ചീന്തിപ്പോവുകയും വാഴപ്പഴത്തിന്റെ തോലുപോലെ അടർന്നു മാറുകയും ചെയ്തു. വ്യാജകൈക്ക് അതിന്റെ കനത്ത വില നൽകേണ്ടി വന്നു. ഇതോടെ ആ കെട്ടുകഥയ്ക്ക് വിരാമമായി. വിരൽ കൊണ്ട് ബാരൽ അടച്ച ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ നടന്നു പോകുക എന്നത് സത്യമല്ല. കൂടുതൽ പരീക്ഷണത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ടോറി ഒരു വിരൽ നീളത്തിലുള്ള ഒരു സ്റ്റീൽ കഷ്ണം മുറിച്ചെടുത്ത് വിരലിന്റെ ആകൃതിയിൽ ചെത്തി അത് ബാരലിലേക്ക് തള്ളിക്കയറ്റി ബാരലിന്റെ വായിൽ വെൽഡ് ചെയ്ത് അടച്ചു. ഇത് മൂന്നാമത്തെ പരീക്ഷണമായിരുന്നു. ആ സമയം ബാരൽ കൂടുതൽ ശക്തിയായി കീറിപ്പോയി. എങ്കിലും കാർട്ടൂണുകളിലേതുപോലെ പൂർണ്ണമായി അത് അടർന്നു മാറിയില്ല. ഈ പരീക്ഷണങ്ങളിലെല്ലാം വെടിയുതിർത്ത ഡമ്മിക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല. എങ്കിലും സമ്മർദ്ദം പുറത്തേക്ക് പോകാൻ സാധ്യതയില്ലാത്ത വിധം ബാരലിനുള്ളിൽ എന്തെങ്കിലും തിരുകുന്നത് തീർച്ചയായും ബാരൽ പൊട്ടാൻ കാരണമാകുമെന്ന്